ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ. ഒരു കിട്ടിയില്ല എപ്പിസോഡ് വിശേഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആബിയും നവ്യയും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത്. ആകെ മൊത്തം അനന്തപുരി മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നവ്യയ്ക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും ഇതൊന്നും കണ്ടുകൊണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റില്ലെന്നും ഒക്കെ പറഞ്ഞ് ആകെ മൊത്തം പ്രശ്നമാക്കുക. എന്നിട്ട് അബിയെ കൂട്ടിക്കൊണ്ട് പോവാണ് നന്ദാവനത്തിലേക്ക്. നന്ദാവനത്തിൽ ചെന്ന് പതിവ് പോലെ തന്നെ ആദർശിൻ്റെയും നയനയുടെയും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അബി വളരെ മോശമായ രീതിയിൽ ആദർശിനെ പറയുക. അപ്പോൾ അതുകൂടി കേൾക്കുമ്പോൾ നമ്മുടെ കനകയ്ക്ക് ഇങ്ങനെ തിളച്ച് വരുവാണ്. കാരണം ഇവൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവനാണല്ലോ ഇതെല്ലാം പറയുന്നതെന്ന് ഓർക്കുമ്പോൾ കനക പിടിച്ചിട്ട് നിൽക്കാതെ കനക പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അബിയുടെയും നവ്യയുടെയും നേരെ കേട്ടോ. നല്ല അടിപൊളി വിശേഷമാണ്. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് നയനയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനാമികയെ കുറിച്ചിട്ട്. അനാമിക ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ചെയ്തെന്നും ആ സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അവളും അവളുടെ അച്ഛനും കൂടി ആണല്ലോ ഇതൊക്കെ വിറ്റത്. ശരിക്കും പറഞ്ഞാൽ അമ്മയെ അവൾ ശരിക്കും പറ്റിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ അന്ന് തന്നെ അമ്മ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുക. ഒരുപാട് വിഷമിപ്പിച്ചു. തനിക്ക് തരേണ്ട സ്വർണ്ണമല്ലേ നയനെ ആ അനാമികയ്ക്ക് കൊടുത്തത്. നയനയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ എന്നത് ചെയ്തത്. അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്തു. അവൾ ആ മാല മാത്രമാണോ ബാക്കി സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ആദർശ് പറയാം. അപ്പം നയനയും പറയുന്നുണ്ട് ശരിയാ, അനാമികയുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ആ മാലയുടെ കാര്യത്തിൽ മാത്രമേ അവൾ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. അത് എൻ്റെ തലയിൽ വച്ച് ചാർത്താൻ വേണ്ടിയിട്ട് അവൾ അന്നത് ചെയ്തതാ. പക്ഷേ ബാക്കി സ്വർണ്ണം അവളുടെ കയ്യിലുള്ള ഉണ്ടോ എന്നുള്ളതിൽ ഒരു വിശ്വാസവും ഇല്ലയെന്ന് പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ മുഴുവൻ ടെൻഷനാണ്. ദേവയാനി ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ജയനോട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ഇവൾ ഇത്രയധികം കള്ളിയായിരുന്നല്ലോ, ഇവൾ എൻ്റെ സ്വർണ്ണമെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞല്ലോ. ആ മാല മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കുറേ അധികം സ്വർണ്ണം ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവളുടെ കയ്യിൽ ഉണ്ടാവുമോ അതോ അതും ഇതുപോലെ വിറ്റ് തിന്നിട്ടുണ്ടാവുമോ? എന്നെ അവൾ പറ്റിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ നായന മോളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഫലം എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നയനമോളെ വിശ്വസിക്കാതെ മറ്റുള്ളവരെ പലരെയും വിശ്വസിച്ച് അവർക്കെല്ലാം ഓരോ സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ടിപ്പോൾ ഞാൻ അനുഭവിക്കുകയാണ്. ബാക്കി സ്വർണം കൂടി ഇവള് വിറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയണം എന്നിങ്ങനെ വിചാരിക്കുക ദേവയാനി. അങ്ങനെ ദേവയാനി നയനോട് പറയുന്നുണ്ട് നയനെ എനിക്കൊരു സംശയം, അനാമിക ഇപ്പോൾ മറ്റേ സ്വർണം കൂടി കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാവുമോ? അവൾ എന്നെ ചതിച്ചതാണോ? ആ ഒരു മാല മാത്രം ആയിരിക്കില്ലല്ലോ എന്ന് പറയണം. അപ്പം നയന് പറയുന്നുണ്ട് അതൊക്കെ ശരിയാമേ, അവളുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ തനി തട്ടിപ്പുകാരാണെന്നാണ് നന്ദു പറയുന്നത്. 10 പൈസയുടെ വരുമാനമോ സമ്പാദ്യമോ ഒന്നും ഇല്ലാത്തവരവർ. പക്ഷേ പലതും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പം ആ സ്വർണവും കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്ന് പറയാം. അപ്പം ദേവയാനി പറയാം എന്നിട്ടും ആ ടൗണിലെ പ്ലോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ വേണു പറഞ്ഞത് കേട്ടില്ലേ അവരത് വാങ്ങാൻ പോവാന്ന്. എന്നെ കൊണ്ടുപോയി സ്ഥലം കാണിക്കുക വരെ ചെയ്തു. ഇതിലൊക്കെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരിക്കുമോ നയനെന്ന് ചോദിക്കുമ്പോൾ നയന് പറയാം തീർച്ചയായും കാണുമേ, സാരില്ല അതൊക്കെ നമുക്ക് മറക്കാം. പണവും പ്രതാപവും ഒന്നും അല്ലല്ലോ കാര്യം. അനാമിക ഇവിടെ അനിയുടെ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് സന്തോഷമില്ലെന്ന് ചോദിക്കുമ്പം ദേവയാനി പറയും മോളെ എനിക്ക് അനിയുടെ കാര്യം ആലോചിച്ചു ഒരുപാട് വിഷമം തോന്നുക. കാരണം ആദർശിനേക്കാളും ഞാൻ അവനെ സ്നേഹിച്ച് എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുള്ള കുട്ടിയാണ്. അവൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പം അനാമികയെപ്പോലെ ഒരു ഫ്രോഡിൻ്റെ കൂടെയാണല്ലോ അവൻ ജീവിക്കേണ്ടി വരുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് നയനേന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട് അതൊന്നും സാരില്ലമ്മേ, അതൊക്കെ ശരിയാവും. അനാമികയുടെ വീട്ടുകാർക്ക് പണവും പ്രതാപവും ഒന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ അവരെന്തെങ്കിലും തരികടിയാണെങ്കിൽ പോലും അനാമിക ഇവളുടെ അനിയുടെ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് നിന്നാൽ നമുക്കതൊക്കെ അംഗീകരിക്കാവുന്നല്ലേ ഉള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനി പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അനാമികയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അജയൻ പലതും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസവും ബഹളം വയ്ക്കുന്ന കണ്ടു. അങ്ങനെയുള്ള അവൾ അനിക്ക് യോജിച്ച പെണ്ണൊന്നുമല്ല. നന്ദു മതിയായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണെന്ന് പറയാം. അപ്പം നയന പറയാൻ ഇല്ലമ്മേ അതിനൊരു സാധ്യതയില്ല. കാരണം ഞങ്ങൾ നേരത്തെ മുതൽ അത് ആഗ്രഹിക്കാത്ത കാര്യമാണ്. കാരണം ഞാനും നവ്യേച്ചി ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ പ്രശ്നങ്ങളായി. പിന്നെ ഞങ്ങളുടെ അനിയത്തി നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കയറ്റി വിടാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമായി. അപ്പോഴേ തീരുമാനിച്ചതാ ഇനി അങ്ങനെ ഒരു മാനക്കേടിൻ്റെ ആവശ്യമില്ല എന്ന്. അനിയും നന്ദു ഏതായാലും ഒന്നിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അപ്പം ദേവയാനി പറയാം അതൊക്കെ നിങ്ങളിപ്പോൾ അങ്ങനെയായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവനിശ്ചയം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടല്ലോ നയനെ.
കാരണം അനാമികയെ വിവാഹം കഴിച്ചിട്ടും അവരൊന്നിച്ച് ജീവിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അവൻ്റെ മനസ്സിലിപ്പോൾ നന്ദുവാ ഉള്ളതെന്ന് പറയുമ്പം നയന് പറയാം, അമ്മേ നമുക്കപ്പം അത് സംസാരിക്കാതിരിക്കാം, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അനാമികയും കൂടെ എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ച് പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ദേവയാനിക്ക് ആകെ ഇതാവുകയാണ്. എങ്ങനെയെങ്കിലും ചെന്ന് അനാമികയോട് കാര്യങ്ങളൊക്കെ തിരക്കണം, അനാമിക ആ സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച ദേവയാനി ചെന്ന് അനാമികയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് കേട്ടോ. മോളെ, ആ സ്വർണ്ണമൊക്കെ ഇവിടെ ഉണ്ടോ, നിൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ വീണ്ടും ചോദിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അനാമിക ഒഴിഞ്ഞു മാറിയതാ. എന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ് ദേവയാനി. അപ്പം അനാമിക പറയുന്നുണ്ട്, ഉണ്ട്, പിന്നെ എന്തിനാ വല്യമ്മയ്ക്ക് ഇത്ര സംശയം? അന്ന് ആ ഒരു മാല അത് മാത്രമേ ഞാൻ അച്ഛന് കൊടുത്തുള്ളൂ. അത് അന്ന് വീട്ടിൽ ഇത്തിരി പണത്തിൻ്റെ ആവശ്യം വന്നപ്പം ഞാൻ കൊടുത്തതാ, മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ, അതെനിക്ക് തന്നതല്ലേ. അപ്പം പിന്നെ അത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നിട്ടിപ്പോൾ എല്ലാവരും ഇങ്ങനെ ബഹളം വയ്ക്കാൻ എന്താ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാം, ഏയ് ബഹളമൊന്നും വെച്ചതൊന്നും അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തായാലും ആ സ്വർണം ഇങ്ങനെ പലിശക്കാരൻ്റെ കയ്യിൽ നിന്നല്ലേ നന്ദു മേടിച്ചെടുത്തത്, അതിലൊരു തെറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പം മോളുടെ ബാക്കി സ്വർണ്ണമൊക്കെ എടുത്ത് നമുക്കൊന്ന് മാറ്റി വാങ്ങിയാലോ, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ നഷ്ടപ്പെടാതിരിക്കാൻ ലോക്കറിൽ വെക്കാം, നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ വെക്കാമെന്ന് പറയാണ്. അപ്പം അനാമിക വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ഇല്ല അത് വേണ്ടമ്മേ, ഈ സ്വർണ്ണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തോ വല്യമ്മയ്ക്ക് എന്നോട് വിശ്വാസം ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നല്ലോ. വല്യമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് വരുന്നത് വിശ്വാസക്കുറവുണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, അതെ എനിക്ക് കുറച്ച് വിശ്വാസക്കുറവൊക്കെ ഉണ്ട്, ആ സ്വർണ്ണം മോളൊന്ന് കാണിച്ചതെന്ന് പറയുമ്പോൾ ദേഷ്യം വരുവാണ് നമ്മുടെ അനാമിക പറയാണ്, അത്ര വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കേണ്ട, അന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നതല്ലേ, ഇനിയിപ്പം ഞാനത് എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയാ, എന്താ നീ പറഞ്ഞത്? ഞാൻ സമ്മാനമായിട്ട് തന്ന എൻ്റെ സ്വർണ്ണം നീ എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്നോ? അത് നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തന്നത് നിൻ്റെ അച്ഛന് വിറ്റ് പുട്ടടിക്കാനായിട്ടല്ല. നീ വിൽക്കുകയോ എന്ത് ചെയ്താലും എന്നെ അറിയിച്ചിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. ഞാൻ അത്രയ്ക്ക് വിശ്വാസത്തോടു കൂടി പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വർണ്ണമാണ് നിനക്ക് സമ്മാനിച്ചത്. എൻ്റെ മരുമകൾ നയനയ്ക്ക് പോലും സമ്മാനിക്കാതെ നിനക്ക് ഞാനത് തന്നപ്പോൾ നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും നീ അറിയണമായിരുന്നു. അത് നീ അർഹിക്കുന്നില്ല അനാമികയെന്ന് പറയാം. അപ്പോൾ അനാമിക പറയുക, അർഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സ്വർണ്ണം നിങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തന്നു, അത് പിന്നെ ഇങ്ങനെ തിരിച്ചു വാങ്ങാൻ വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തു, എൻ്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അതും ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്വർണ്ണമല്ലേ, അതിനിപ്പോൾ എനിക്ക് എന്തും ചെയ്യാലോ, ഇനിയിപ്പോൾ അത് നിങ്ങൾ ചോദിച്ചു വരാൻ എന്തധികാരമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ ദേവയാനി പറയാം, ആഹാ ഇപ്പം നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എന്തധികാരമാണ് എനിക്കുള്ളതെന്ന്? എൻ്റെ സ്വർണം പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയ സ്വർണം ഇവിടുത്തെ മരുമകളായിട്ട് കയറി വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കേണ്ട സ്വർണ്ണമാണ്, അതെൻ്റെ നയനമോൾ അർഹിക്കുന്ന സ്വർണ്ണമാണ്. പക്ഷേ അന്ന് ഞാൻ ഒരുപാട് തെറ്റിദ്ധാരണയുടെ പുറത്തായതുകൊണ്ട് നിനക്ക് ഞാനത് സമ്മാനിച്ചു, നയനയോടുള്ള വാശിക്ക് കൂടിയാണ് നിനക്ക് ഞാനത് സമ്മാനിച്ചത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവകാശി നയനമോൾ തന്നെയാണ്, അവക്കാ അത് കിട്ടേണ്ടത്. എനിക്ക് ആ സ്വർണം ഇപ്പോൾ തന്നെ തിരിച്ചു കിട്ടണം, എൻ്റെ നയനമോൾക്ക് എനിക്കത് സമ്മാനിക്കണം. നിന്നെപ്പോലുള്ളവർക്കൊക്കെ തന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതാകും ഈ ഭൂലോകത്തു നിന്ന് തന്നെ. അത് പാരമ്പര്യമായിട്ട് ഇവിടെ കുടുംബത്തിൽ കൈമാറി വന്ന സ്വർണ്ണമാണ്, അതങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതൊന്നും അല്ല എന്ന് പറയാണ്. അപ്പം അനാമിക പറയും, ഓഹോ ഇപ്പം ഞാൻ ആ സ്വർണ്ണം എടുത്ത് നിങ്ങൾക്ക് തരണം, തന്നിട്ട് അത് നിങ്ങളെ മരുമോളെ സുഖിപ്പിക്കാൻ കൊടുക്കണം. മരുമോള് കരൾ തന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ വേറെ കൊടുത്തോണം. എനിക്ക് തന്ന സ്വർണ്ണമാണ്, അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇനി അങ്ങനെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ നിന്ന് തുള്ളിച്ചാടി പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനിക്ക് അങ്ങ് വല്ലാതാകാണ്. ദേവയാനി നല്ല കടുത്ത ദേഷ്യത്തിലാണ്, എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പം ജലജയും പറയുന്നുണ്ട്, ശരിയാ, ഏടത്തി കൊടുത്ത സ്വർണ്ണമല്ലേ അത് അവളുടെ ഇഷ്ടത്തിന് അവൾ കൊണ്ടുപോട്ടെ, അവളുടെ വീട്ടുകാർക്ക് കൊടുത്തെങ്കിൽ കൊടുക്കട്ടെ, ഇതിപ്പം ചോദ്യം ചെയ്തുകൊണ്ട് ഇനിയും ചെല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ജലജ ഇതിൽ ഇടപെടണ്ട, എൻ്റെ മരുമോക്ക് കൊടുക്കേണ്ട സ്വർണം ഞാൻ അനാമികയ്ക്ക് കൊടുത്തതാ, എന്നിട്ടിപ്പോൾ അത് തോന്നിയാസം ചിലവാക്കാൻ അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പം ജാനകി പറയാം, ഓ അങ്ങനെയൊക്കെയാണ്, എൻ്റെ മരുമോക്ക് ഞാൻ കൊടുത്താളായിരുന്നല്ലോ, നിങ്ങളുടെ അത്രയും സ്വർണ്ണമൊന്നും ഇല്ലെങ്കിലും അവൾക്ക് എന്തെങ്കിലും സമ്മാനിക്കാനൊക്കെ എൻ്റെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് സ്വന്തം മരുമകളാണെന്നൊക്കെ പറഞ്ഞ് നയനയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏടത്തി അവൾക്ക് കൊടുത്തത്, എന്നിട്ടിപ്പോൾ അതിൻ്റെ കണക്ക് പറഞ്ഞ് ചെല്ലുന്നത് ശരിയാണോ ഏടത്തി എന്ന് ജാനകിയും ചോദിക്കുക. അപ്പോൾ ആകെ മൊത്തം ഭ്രാന്ത് പിടിച്ച പോലെയായിട്ട് ദേവയാനി തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോവുക. ഇതിൻ്റെയൊക്കെ പരിഹാരം ഞാൻ കണ്ടെത്തും, ഈ അനാമികയ്ക്ക് ഞാൻ പണി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൂ എന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് കയറിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആകെ മൊത്തം പെട്ട് കിടക്കുകയാണ്. സ്വർണ്ണമൊക്കെ വലിയ കാര്യത്തിൽ കൊടുത്തിട്ട് ഫ്രോഡ് അനാമികയാണ്, അത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഓരോരോ കാര്യങ്ങൾ ഇനി വീട്ടിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബി ആകെ മൊത്തം അവശതയല്ല. കാരണം
ഈ സത്യങ്ങളൊക്കെ നയനയും ആദർശവും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അബിക്ക് മനസ്സിലാവുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ കടപ്പുറത്ത് വിളിച്ച് നല്ല കരണക്കുറ്റിക്ക് അടി കൊടുത്തത് നയനയും ആദർശവും. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുക? വീട്ടിലിതൊന്നും അവരറിയിക്കില്ല എന്നുള്ള കാര്യവും അബിക്കറിയാം. കാരണം അറിയിച്ചു കഴിഞ്ഞാൽ നവ്യ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അത് അറിയിക്കാനൊന്നും സാധ്യതയില്ല എന്നറിയാം. പക്ഷേ ചന്തുമോള് തൻ്റെ കുഞ്ഞാണെന്നുള്ള വിവരം നയനയും ആദർശവും അറിഞ്ഞു. അത് മറ്റു പലരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ അവർ മറച്ചു വെച്ചിരിക്കുകയായിരിക്കും. എപ്പോഴെങ്കിലും നവ്യയുടെ ചെവിയിലും ഈ കാര്യങ്ങളൊക്കെ ചെല്ലുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് അബിക്ക് കേട്ടോ. അബിയാണെങ്കിൽ അബിയുടെ ആ ഒരു കൂട്ടാളിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ എന്തായി ആ അനഘയുടെ കാര്യം? അവൾ ഈയിടെ എങ്ങാനും പോവോ? അവൾ മരിച്ചിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയാനെ. ഇതിപ്പോൾ ഒന്നും അല്ലാതെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. എന്താ ചെയ്യുക? അവളെങ്ങാനും ഇനി എണീറ്റ് വന്നാൽ നവ്യ വിവരങ്ങളൊക്കെ അറിയും. അപ്പോൾ പിന്നെ ഞാൻ നവ്യയെ സ്വീകരിക്കുമോ അവളെ സ്വീകരിക്കുമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മരിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല സാറേ, അതുപോലെ തന്നെ കിടക്കുക. ഏതായാലും സാറിൻ്റെ കാലനായിട്ടാണ് അവളിപ്പോൾ വന്നിരിക്കുന്നത്. മനസ്സമാധാനം പോയ വഴി നോക്കണ്ടെന്ന് പറയാം. ശരിയാ, അവൾ അന്ന് കൊച്ചിനെയും കൊണ്ട് വിദേശത്തോട്ട് പോയപ്പോൾ ഞാൻ സന്തോഷിച്ചതാ ഈ ശല്യം പോയല്ലോ എന്നോർത്ത്. ഇതിപ്പോൾ വല്ലാത്തൊരു ശല്യവും ആയല്ലോ. ഒന്ന് മരിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. ഇതീ കൊച്ചും അനഘയും എൻ്റെ തലയിൽ തന്നെ ആവുമെന്നാണ് തോന്നുന്നത് അവസാനം എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് സാറേ? സാറിൻ്റെ അനിയൻ ഏറ്റെടുത്തില്ലേ കൊച്ചിനെ? അനിയനും ഭാര്യയും സ്വന്തം കുഞ്ഞായിട്ടല്ലേ അവളെ വളർത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇനി സാറിൻ്റെ തലയിലേക്കൊന്നും വെച്ച് തരത്തൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ അയാൾ അങ്ങനെ പറയുമ്പോൾ അബി പറയുക, അവനറിയാമെന്നാണ് തോന്നുന്നത്. അവൻ പിന്നെ നവ്യയുടെ കാര്യം ഓർത്തിട്ടാണ് ഇതൊന്നും പറയാതിരിക്കുന്നത്. കാരണം നവ്യ ഇതറിഞ്ഞാൽ എന്നെ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവളെ ഇതറിയുന്ന ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ അബി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ അബി പറഞ്ഞ് ആകെ മൊത്തം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ചന്തുമോള് പാവം റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കുഞ്ഞുവാവെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെല്ലരുതെന്ന് നവ്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ചന്തുമോള് ചെല്ലും. അങ്ങനെ വാതൊക്കെ ചെന്ന് നോക്കി നിന്ന് തൊട്ടിലിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് റൂമിൽ അബിയുണ്ട് കേട്ടോ. നവ്യ എന്നാൽ റൂമിൽ ഇല്ലതാനോ. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് അബി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൊച്ചിനെ കാണുമ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരികയാണ്. അബിയുടെ മനസ്സിലുള്ള ആ ദേഷ്യം മുഴുവൻ ആ കുഞ്ഞിനോട് എങ്ങനെയെങ്കിലും തീർക്കാൻ തോന്നും. അബി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി എന്തിനാ ഈ മുറിയിലേക്ക് നീ വന്നതെന്ന് ചോദിക്കുമ്പം ആ കൊച്ചു പറയാ, അത് കുഞ്ഞുവാവെ കാണാൻ വന്നതാന്ന് പറയാം. നീ എന്തിനാ കുഞ്ഞുവാവെ കാണാൻ ഈ മുറിയിലേക്ക് വരുന്നത്? നിന്നോട് നവ്യ പറഞ്ഞിട്ടില്ലേ ഈ മുറി കയറരുതെന്ന്? ഇനി വന്ന് ഈ കൊച്ചിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാ അസത്തുക്കളും കൂടി ഇങ്ങോട്ട് വരുന്നത്. മനുഷ്യൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുക എന്ന് പറയുമ്പം ആ കൊച്ചങ്ങ് പേടിച്ച് വിറച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴും പിന്നെ അബിക്ക് ദേഷ്യമാണ് കേട്ടോ. അനഘയോടുള്ള ദേഷ്യവും കുഞ്ഞിനോടുള്ള ദേഷ്യവും എല്ലാം കൂടെ ചെന്നിട്ട് അബി ആ കൊച്ചിനോട്ട് തല്ലുകയാണ് ചെയ്യുന്നത്. നീ എന്തിനാണ് ഇവിടെ കയറി വന്നത്? നിന്നോട് ഇവിടെ ആരാ കയറി വരാൻ പറഞ്ഞ്? ഇറങ്ങി പോടി മുറിയുന്നു എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങോ അടിക്കുകയാണ് കേട്ടോ ചന്തുമോളെ. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ ഒച്ച കേട്ടോണ്ട് കയറി വരുന്നത്. നവ്യ ചോദിക്കുക, എന്തിനാ ഈ കൊച്ചിനെ തല്ലുന്ന അബി എന്ന് ചോദിക്കുക. അവൾ കയറി വന്ന് കുഞ്ഞിനെ നോക്കുന്നു. നീ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവളോട് കൊച്ചിനെ വന്ന് എടുക്കരുതെന്നുള്ള കാര്യം. എന്നിട്ട് പിന്നെയും വന്ന് കുഞ്ഞിനെ വന്ന് നോക്കാൻ വന്നിരിക്കുക. എങ്ങാനും എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്നോർത്താ ഞാൻ അടിച്ചത് എന്ന് പറയാം. അപ്പം നവ്യ ആ കൊച്ചിൻ്റെ നേരെ അങ്ങോട്ട് ദേഷ്യപ്പെടുക. നവ്യ പറയാ, ചന്തുമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പിന്നെ എന്തിനാ ഈ മുറി കയറിയത്? എന്തിനാ കുഞ്ഞിനെ വന്ന് നോക്കിയത്? ഇനി മേലാ ഇങ്ങോട്ട് നീ വന്നേക്കരുത്, ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് വലിച്ചിറക്കി വിടുക. ഇറക്കി വിടുമ്പോഴേക്കും ഈ കൊച്ച് വലിയ വായിലെ ചന്തുമോള് കരയുക. അപ്പോൾ അത് കേട്ടുകൊണ്ട് നവ്യയൊക്കെ നയനെ ഓടി വരുന്നുണ്ട് കേട്ടോ. നയനെ ഓടി വന്നു കഴിയുമ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്തിനാ ഇപ്പം ചന്തുമോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പം ചന്തുമോൾ പറയാം, ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നപ്പം ഈ അങ്കിളും ആൻറ്റിയും കൂടെ എന്നെ അടിച്ചെന്ന് പറയാണ്. അപ്പോഴേക്കും നയനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അബിയുടെ മുഖത്തേക്ക് നയനെ നോക്കുക. അപ്പം നയനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് ഓർക്കുമ്പോൾ അബി ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി കുഞ്ഞിനെ അടിച്ചതെന്ന് ചോദിക്കുക. കുഞ്ഞോ? ഇവളൊരു അസുര വിത്തല്ലേ? ഇവളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനാ. ഈ കൊച്ചിവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട ഓരോ അവകാശങ്ങളും കിട്ടുന്നില്ല. അത് എൻ്റെ കുഞ്ഞിൻ്റെ അവകാശങ്ങളൊക്കെ തട്ടിയെടുക്കാൻ വന്നിരിക്കുന്ന ഇവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പം നയന പറയാം, ചേച്ചി വേറെ കാര്യമെല്ലാം പറഞ്ഞോണം കേട്ടോ. ചന്തുമോള് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ വരുന്നില്ല. പിന്നെ ചേച്ചിയുടെ ഈ കുഞ്ഞിനെ എന്ത് ഉപദ്രവിച്ചെന്നും എന്ത് അവകാശങ്ങൾ തട്ടിയെടുത്തെന്നോ ഈ പറയുന്നത്? ചന്തുമോള് എൻ്റെ ആദർശേട്ടൻ്റെയും കുഞ്ഞായിട്ടാണ് ഇവിടെ വളരുന്നത്, അല്ലാതെ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ കൊച്ചിനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അബി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം പറയുന്നുണ്ട്, അബിയാ കണ്ടത് കൊച്ചിനെ ഉപദ്രവിക്കുന്നത്, അവനെ ആദ്യം തല്ലിയതെന്ന് നവ്യ പറയുക. അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നയന അബിയുടെ നേരെ വരിക. എന്നിട്ട് ചോദിക്കുക, അബിയാണോ കുഞ്ഞിനെ തല്ലിയത്? ഈ കുഞ്ഞിനെ തല്ലാൻ നിനക്ക് എന്തധികാരമാണ് ഉള്ളത്? നീ എന്തിൻ്റെ പേരിലാണ് ചന്തുമോളെ തല്ലിയെന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്ന് ചോദിക്കുക.
അപ്പോൾ അഭി പറയാ, ഇവിടെ വന്ന് കൊച്ചിനെ എടുക്കാൻ നോക്കുന്ന കണ്ടോടാ ഞാൻ തല്ലിയത്, എന്താ തല്ലാൻ പാടില്ലെന്ന് ചോദിക്കുക. തല്ലാൻ പാടില്ല, നവ്യ തല്ലിയാലും നീ ഈ കുഞ്ഞിനെ തൊടാൻ പാടില്ലെന്ന് പറയാണ്. നിനക്ക് നാണം ഉണ്ടോടാ ഈ കുഞ്ഞിനെ തൊടാനായിട്ട്? നിനക്ക് അതിനുള്ള എന്ത് അവകാശം യോഗ്യതയുള്ളത്? നീ ഒരു മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയ്ക്കും അങ്ങ് ദേഷ്യം വരുമോ, എന്തിനാ നിങ്ങൾ അഭിയെ കുറ്റം പറയുന്നത്? ആദർശേട്ടൻ എങ്ങനെയെങ്കിലും വഴി പിഴച്ച് ഒരു കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അഭിയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? അവൻ ഏതായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവൻ്റെ കൊച്ചുമല്ലല്ലോ, പിന്നെ ഇപ്പം അവൻ അതിനെയൊന്നും തല്ലിയെന്ന് വെച്ച് നയനെ എന്തിനാ അഭിയുടെ നേരെ ചൂടാകുന്നതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നവ്യയും നയനയും കൂടെ നല്ലൊരു അടിയൊക്കെ അവിടെ വെച്ച് നടക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ജലജയൊക്കെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ചേച്ചി അനിയത്തിയും കൂടെ അടിക്കാനൊരു കാര്യമായല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നയന കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് താഴോട്ട് പോവാണ്, ചന്തുമോളെയും കൊണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ, അബിയെ വഴക്ക് പറഞ്ഞതിന്. അപ്പം നവ്യ ഉടനെ അബിയോട് പറയാം, അബി നീ അങ്ങ് ക്ഷമിക്ക്, അവളുടെ ദേഷ്യം മുഴുവൻ നിന്റെ നേരെ തീർത്തതാ. അവളുടെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ, സ്വന്തം കുഞ്ഞാന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ അതൊന്നും ഉണ്ടാവില്ല. അവൾക്ക് ആ കൊച്ചിനോട് ദേഷ്യം കാണും, പുറമേ കാണിക്കാത്തതാ. ഇനി അഥവാ പുറമേ കാണിച്ചാൽ ആദർശ് അവളെ ഉപേക്ഷിച്ചാലോ എന്നോർത്താ അവൾ കൂടെ നിൽക്കുന്നത്. ആ ദേഷ്യം മുഴുവനും ഇപ്പം നിന്റെ നേരെ നിർത്തിയത്. നീ ആ കൊച്ചിനെ ഉപദ്രവിച്ചതിന് ഒരു തെറ്റുമില്ല. ആ കൊച്ചെന്തിനാ ഇവിടെ വന്ന് കയറുന്നത്? നിനക്ക് അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. അവൾ പറഞ്ഞതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക അബി എന്ന് പറയാം. അപ്പം അബി വിളച്ചിൽ പിടിച്ച് അവൻ പറയാണ്, അവൾ എന്തു വേണേലും പറഞ്ഞോട്ടെ, അവളുടെ ഫ്രസ്ട്രേഷനൊക്കെ എനിക്കറിയാം. ഭർത്താവിൻ്റെ മറ്റൊരു പെൺകുട്ടിയിലുണ്ടായ കൊച്ചിനെ വളർത്തേണ്ടി വരുന്നതിൻ്റെ വിഷമം അവൾ എന്നോട് തീർത്തന്നേ ഉള്ളൂ. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാൻ നവ്യേ എന്ന് പറയാണ്. അപ്പം നവ്യം പറയുന്നുണ്ട്, ശരിയാ, ഇവിടെ ഇപ്പം എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാണ്. എല്ലാവരും നമ്മളെ രണ്ടുപേരെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പം എനിക്ക് നല്ല വിഷമമുണ്ട്. അത് മാത്രമല്ല, ആദർശേട്ടനെ എല്ലാവരും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുകയാണ്. ഇത്രയധികം വലിയ തെറ്റ് ചെയ്തിട്ടും അയാളെ ആരും കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. പകരം നിന്നെ ഇങ്ങനെ ഇട്ട് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തുമ്പം എനിക്കിവിടെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാണ് അബി. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, നന്ദാവനത്തിലേക്ക് എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, ഓ ഇപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ എന്തിനാ നവ്യ നന്ദാവനത്തിലേക്ക് പോയി അച്ഛനെയും അമ്മയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നവ്യ പറയാം, അല്ല അതിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് 2 ദിവസം അവിടെ പോയി നിൽക്കണം മനസ്സമാധാനത്തോടെ. ഇവിടെ ഈ ചന്തുമുളയും ഒക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ആദർശിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമില്ല. അതുകൊണ്ട് അബി നീ വേണ്ടാത്ത ഒന്നും പറയരുത്, നമുക്കൊന്ന് നന്ദാവനത്തിലേക്ക് പോകാം, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ 2 ദിവസം നിൽക്കാമെന്ന് പറയാം. അപ്പോൾ അബിയുടെ മനസ്സിലുണ്ട് കേട്ടോ, ഇതിപ്പം പോയി നിന്നേക്കാം, കാരണം അവിടെ ചെന്ന് നിന്ന് അവിടെയും കുറച്ച് എരിവൊക്കെ കയറ്റി ആദർശിനെ അവിടെയും മോശക്കാരനാക്കി ഒന്ന് സംസാരിച്ച് സുഖിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അബി പറയാം, എന്നാൽ ശരി നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, നമുക്ക് നന്ദാവനത്തിലേക്ക് ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് അവർ കൊച്ചിനെയൊക്കെ എടുത്ത് നന്ദാവനത്തിലേക്ക് പോകാൻ ഇറങ്ങുക. അപ്പം ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളിപ്പോൾ എങ്ങോട്ടാ, എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഇവക്ക് 2 ദിവസം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് പോവുകയാണെന്ന് പറയുക. അപ്പം ജലജ ഓർക്കുക, പോയിക്കോട്ടെ നല്ല കാര്യം എന്ന് ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരവിടെ നിന്ന് പിണങ്ങി പോകുന്നത് പോലെ തന്നെ പോവാണ് കേട്ടോ. പോകുമ്പോഴത്തേക്കും നമ്മുടെ നയനെ വിളിക്കുന്നുണ്ട് കനക, എന്നിട്ട് പറയാം, അമ്മേ ചേച്ചിയും അബിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അബി ചന്തുമോളെ ഒരുപാട് ഉപദ്രവിച്ചു, അവൻ്റെ കുഞ്ഞല്ലേ, എന്നിട്ടും അതിനെ വെറുതെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ പേരിൽ അബിയും കൂട്ടിക്കൊണ്ട് 2 ദിവസം അവിടെ നിൽക്കാൻ വരുന്നുണ്ട്. അമ്മയും അച്ഛനും ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കാനൊന്നും പോകണ്ട, ആദർശൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും, അതൊക്കെ അങ്ങ് കേട്ടില്ല എന്ന് വിചാരിച്ച് നിന്നാൽ മതി എന്നൊക്കെ വിളിച്ച് പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് നല്ല ദേഷ്യം വരും. അബി അവനിവിടെ വന്ന് നിൽക്കുന്നതേ എനിക്കിഷ്ടമില്ല, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അതിനെ പറയുന്നുണ്ട്, അമ്മേ വേണ്ടാത്ത ഒന്നും പറയരുത്, അവനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, നവ്യേച്ചിയുടെ കാര്യം അമ്മ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരവിടെ ചെന്ന ഉടനെ തന്നെ കനക ചോദിക്കുകയാണ്, നവ്യമോളും കുഞ്ഞാവിയൊക്കെ വന്നോ, എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അപ്പം നവ്യ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തോട്ട് കയറി പോവുക. അപ്പോഴേക്കും അബി അവിടെ നിൽക്കുക, അബിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ കനകയും ഗോവിന്ദനും. അപ്പോൾ അബി പറയാണ് കേട്ടോ, അത് അമ്മേ അവളിങ്ങോട്ട് വന്നേ എന്താണെന്ന് വെച്ചാൽ നയനയില്ലേ, അവൾ എന്നെയും നവ്യയും ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞു, ഞങ്ങളോട് വെറുതെ വഴക്കിനൊക്കെ വന്നു. നയനയ്ക്കിപ്പോൾ മനസ്സ് മുഴുവൻ ദേഷ്യമാണ്. ആദർശിൻ്റെ കുഞ്ഞല്ലേ ചന്തുമോള്, അതിനെയൊക്കെ വളർത്തേണ്ടി വരുന്ന ദുരിതം ഓർത്തിട്ടാണ് നയന ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ആ ദേഷ്യം മുഴുവൻ എന്നോടാണ് അവൾ തീർത്തത്, എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു, അതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അതൊക്കെ അങ്ങ് ക്ഷമിക്കും, നയനയുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് എന്ന് പറയാണ്.
അപ്പം നവ്യം പറയുന്നുണ്ട്, ശരിയാമ്മേ, ഒരുപാട് പറഞ്ഞു അബിയെ. ആദർശ് ഇത്രയൊക്കെ തെറ്റ് ചെയ്തേച്ച് അബിയെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം എനിക്കതൊന്നും സഹിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം ഉടനെ കനക പറയുന്നുണ്ട്, മോളെ അതൊക്കെ വിട്, ആദർശം നയനയും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുകയല്ലേ, അവരങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങളതൊന്നും കാര്യമാക്കാൻ പോകണ്ടെന്ന് പറയാ. അപ്പം നവ്യ പറയാം, അതെങ്ങനെ കാര്യമാക്കാതിരിക്കും, ആ ചന്തുമോൾ അതിനെ കാണുന്നതേ എനിക്ക് വെറുപ്പ്, അതേ ഈ അബി ഇവനും കാണുന്നതേ വെറുപ്പാ കുഞ്ഞിനെ എന്ന് പറയാണ്. അപ്പോൾ അബി പറയാ, എനിക്ക് കാണുന്നതേ വെറുപ്പാ, ആദർശം എങ്ങാണ്ടൂടിയെല്ലാം നടന്നുണ്ടാക്കിയ കുഞ്ഞ്, ആ അനഘ എന്ന് പറയുന്ന ഒരുത്തി, അവളുടെ കിടപ്പ് കണ്ടില്ല, അവളിപ്പം മരണത്തോട് മല്ലിട്ട് കിടക്കുക. ഇനിയിപ്പോൾ അവളെങ്ങാനും ജീവിച്ച് തിരിച്ചു വന്നാൽ നയനയുടെ കാര്യം എന്താവും എങ്ങനെ അറിയാം? ആദർശ് അവളുടെ പുറകെ പോകാതിരിക്കുകയല്ലോ. ഓ, 2 ഭാര്യമാർ, ഒന്ന് ഭാര്യയും ഒന്ന് വെപ്പാട്ടിയും, അങ്ങനെയായിരിക്കും. അവനിനിയും എവിടെയൊക്കെ എത്രയെണ്ണം ഉണ്ടെന്ന് ആർക്കറിയാം? പാവം പോലെ ഇരുന്നിട്ട് എവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്ന് എങ്ങനെ അറിയാം എന്നൊക്കെ അബി അങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ കനകയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇവൻ ആകെ മൊത്തം ഇതെല്ലാം ചെയ്ത് വെച്ചേച്ച് ആദർശിനെ ഇത്രയധികം മോശമായിട്ട് പറയുന്നെന്ന് കേൾക്കുമ്പോൾ കനക പറയുന്നുണ്ട്, ഇനി എൻ്റെ ആദർശ മോനെ ഒരു വാക്ക് പോലും നീ പറയരുത്, ആദർശ് അങ്ങനെയുള്ളവനല്ല, അവനൊരു തെറ്റും പറ്റില്ല, ഇതാരും അവനെ ചതിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാണ് കേട്ടോ. അബിയുടെ മുഖത്ത് നോക്കി അബി അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് നവ്യയും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്